ഹലോ എവരി വൺ, നമസ്കാരം. സ്മൈൽ സെന്റർ ഇന്ത്യയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുടെ കൂടെ ഡോക്ടർ പ്രശാന്ത് പിള്ളെ, റിനൗണ്ട് മാക്സിലോഫേഷ്യൽ സർജൻ, smilecenter.in എന്ന ക്ലിനിക്കിന്റെ ഉടമയുമാണ് അദ്ദേഹം. സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് ഓൾട്ടർനേറ്റ് ക്ലീനിങ് ഓപ്ഷൻസ്, നമ്മളുടെ ദന്താരോഗ്യത്തിന് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള എന്തൊക്കെ ചെയ്യാം. അതിൽ ചൂയിങ്കത്തിനെ പറ്റിയാണ് നമ്മൾ വാതോരാതെ നമ്മൾ കുറേയേറെ ദീർഘമായി സംസാരിച്ചു കഴിഞ്ഞ എപ്പിസോഡിൽ. ഇനി അതിന് കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്കി നമുക്ക് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. ഡോക്ടർ പ്രശാന്ത്, ഈ നമ്മളുടെ കേരള ആയുർവേദത്തിൽ, കേരള ആയുർവേദം മാത്രമല്ല, ഈ ആയുർവേദ വിധിപ്രകാരം ഓയിൽ പുള്ളിങ് എന്ന് പറഞ്ഞൊരു ചികിത്സാ രീതിയുണ്ട്. ഈ വായുടെ ആരോഗ്യത്തിനും മോണയുടെ ആരോഗ്യത്തിനും എല്ലാം ഓയിൽ പുള്ളിങ്. അപ്പം അതിനെപ്പറ്റി ഡോക്ടർക്ക് അറിയുന്നത് എന്തൊക്കെയാണ്? അതെ, ഓയിൽ പുള്ളിങ് വളരെ അനേകം നൂറുകണക്കിന് വർഷമായിട്ട് ആയുർവേദത്തില് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഓറൽ ഹൈജീൻ മെക്കാനിസമാണ്. പക്ഷെ അത് ഈയിടെയായിട്ട് അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് അതിൽ ഒരുപാട് പോസിറ്റീവ് എഫക്ട്സ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഗം ഡിസീസ് പ്രിവെന്റ് ചെയ്യാനും പിന്നെ ജനറൽ ഓറൽ ഹൈജീൻ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഓയിൽ പുള്ളിങ് ഹെൽപ്ഫുൾ ആണ് എന്ന് പറയപ്പെടുന്നു. ഇൻഫാക്ട് വെസ്റ്റേൺ വേൾഡിൽ, ഐ തിങ്ക് പുറം രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിലെല്ലാം ഇത് വളരെ കോമൺ ആയിട്ട് ആൾക്കാർ അത് ചെയ്യുന്നുണ്ട്. ഇത് കൂടുതലായിട്ടും നമ്മുടെ ഓയിൽ പുള്ളിങ് എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ കുൽക്കുഴിയൽ എന്ന് വേണമെങ്കിൽ പറയാം. കുൽക്കുഴിയ, ശക്തിയായി കുൽക്കുഴിയ എന്നുള്ളതാണ്. ഓയിൽ വെച്ചിട്ട് ശക്തിയായി കുൽക്കുഴിയ എന്നുള്ളതാണ്. അപ്പം സാധാരണഗതിയിൽ നമ്മുടെ സീസ്മി ഓയിൽ, എനിക്ക് തോന്നുന്നു എള്ളെണ്ണയും നമ്മുടെ വെളിച്ചെണ്ണയൊക്കെയാണ് ഇതിന് സാധാരണ ഉപയോഗിക്കുക. അതൊരു സാധാരണഗതിയിൽ ഒരു 2-3 ടീസ്പൂൺ നമ്മൾ വായിൽ എടുത്ത ശേഷം ഒരു 10-15 മിനിറ്റ് ഈ പറഞ്ഞ പോലെ ശക്തിയായി കുൽക്കുഴിയ എന്നുള്ളതാണ്. അപ്പൊ അത് ഈ മോണകളുടെയും പല്ലുകളുടെ ഇടയിൽ കൂടി പോയി അതിൻ്റെ അകത്തുള്ള ടോക്സിക് സബ്സ്റ്റൻസ് എല്ലാം ഇത് കളക്ട് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ. ഇതിൽ പറയുന്നത്, നമ്മൾ ഈ ഓയിൽ പുള്ളി ചെയ്ത ശേഷം വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊരിക്കലും വിഴുങ്ങാൻ പാടില്ല എന്ന് പറയും. കാരണം എൻ്റെ അകത്ത് ടോക്സിക് സബ്സ്റ്റൻസ് എല്ലാം ഇങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ വളരെ ശക്തിയായിട്ട് ഈ ലിറ്ററേച്ചറുകളിലൊക്കെ കാണാം. അതൊരിക്കലും അത് പൂർണ്ണമായിട്ട് തുപ്പിക്കളയണം എന്നും പറയുന്നുണ്ട്. അപ്പൊ അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ഓയിൽ പുള്ളിങ്ങിനനുബന്ധിച്ച് ഞാൻ വായിച്ചത്, ഈ പണ്ടുകാലത്ത് നമ്മുടെ സിൽവർ ഫില്ലിംഗ് ഉള്ള ആൾക്കാര്, സിൽവർ ഫില്ലിംഗ് ഉള്ളവര് വളരെ കെയർഫുൾ ആയിരിക്കണം, അത് ചെയ്യാണ്ടിരിക്കും നല്ലത് എന്ന് പറയുന്നത്. കാരണം എൻ്റെ അകത്ത് മെർക്കുറി പുള്ളി ചെയ്തെടുക്കും പോലും. ഈ ഓയിൽ പുള്ളി ചെയ്യുമ്പം ഈ സിൽവർ അമാൽഗത്തില് ഇതാണുള്ളത്, മെർക്കുറി ആണ്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ്. ഈ മെർക്കുറി ഒരു ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പം ഈ ഓയിൽ പുള്ളി ചെയ്യുമ്പം ഈ സിൽവർ ഫില്ലിംഗ്, പഴയ സിൽവർ ഫില്ലിങ്ങളിൽ നിന്ന് ഈ ഓയിൽ മെർക്കുറി പുള്ളി ചെയ്യും. അതുകൊണ്ട് അത് ടോക്സിക് ആയിരിക്കും. അതുകൊണ്ട് സിൽവർ ഫില്ലിംഗ് ഉള്ള ആൾക്കാർ ഇത് ചെയ്യാതിരിക്കും അഭികാമ്യം എന്നുള്ളതാണ് ഒരു ഇൻട്രസ്റ്റിംഗ്. പക്ഷെ അതില് എനിക്ക് അതിനോട് പൂർണ്ണമായിട്ട് അങ്ങ് യോജിക്കാൻ സാധിക്കുന്നില്ല. എന്താ വെച്ചാല്, ഇത് അലോയ് ഫോമിലാണല്ലോ. അത് അലോയിൽ നിന്ന് സിൽവർ മാത്രം വേർതിരിച്ചെടുക്കാൻ മെർക്കുറി മാത്രം വലിച്ചെടുക്കാനായിട്ട് ഓയിലിന് സാധിക്കും എന്നുള്ളത്, അത് എനിക്ക് തോന്നുന്നു അത് കൂടുതൽ ഒരു ഗസ് വർക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത് പല ലിറ്ററേച്ചറിലും കാണാനിടയായി. അത് സിൽവർ ഫില്ലിംഗ് ഉള്ളവർ ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളതാണ് എന്റെ തീയതി. ഇതില് ആയുർവേദത്തില് അവര് പറയുന്നത് ഓയിൽ പുള്ളിങ് കൊണ്ട് ഒട്ടനവധി രോഗങ്ങൾക്ക് നല്ലതാണെന്ന് വരെ പറയുന്നത്. തീർച്ചയായും ശരീരത്തില് ഉള്ള ടോക്സിൻസിനെ മുഴുവൻ എലിമിനേറ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അതും ഞാൻ കേട്ടിട്ടുണ്ട് ധാരാളം. തീർച്ചയായും. അപ്പം നമ്മുടെ വായുടെ ആരോഗ്യത്തിന് മാത്രമല്ല, ജനറലി ഓയിൽ പുള്ളിങ് ഒരു മെത്തേഡായിട്ട് കണക്കാക്കുന്നുണ്ട്. ഒരു ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലൊരു മെത്തഡാണെന്ന് പറയപ്പെടുന്നു. അത് ലെഫ്റ്റ് ടു ഡിബേറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ തരാമെന്ന് വിചാരിച്ചാണ്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഈ ഗുവാവ ലീവ്സ്, പേരക്കയുടെ ഇല ഓറൽ ഹൈജീൻ, അതിന്റെ ആന്റി ബാക്ടീരിയൽ ആൻഡ് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് വളരെ വലുതാണ് ഈ പേരക്കയുടെ ഇല. അപ്പൊ പേരക്കയുടെ ഇല ഉപയോഗിച്ച് ചവച്ച് ബ്രഷ് ചെയ്യുന്നതും നല്ലതാണ് എന്ന് പറയപ്പെടുന്നു. അപ്പൊ അതാണ്. പിന്നെ വേറെ ഏതെങ്കിലും ഇതേപോലുള്ള ആര്യവേപ്പ് പറയാം. അതെ,
ആര്യവേപ്പ്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ ദത്തൂൻ എന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ ട്വിഗ്സ് ഉപയോഗിച്ചിട്ട് അതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ട്വിഗ് ചവച്ച് ഒരു സൈഡിൽ നിന്ന് ചവച്ച് ഇങ്ങേപ്പുറത്ത് വന്ന് തിരിച്ച് അവിടുന്ന് ചവച്ച് പഴയ പൊസിഷനിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇതിന്റെ അറ്റം ബ്രഷ് പോലെയാവും. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് വെർട്ടിക്കലി ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അവര് പറയുന്നത് ഇത് ഒന്ന് വായക്കൊരു ഫിസിയോതെറപ്പി ഈ ചവയ്ക്കലിലൂടെ, പിന്നെ ഇത് ബ്രഷ് പോലെ ആയി കഴിയുമ്പോൾ ആ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും സാധിക്കും. കൂടുതലും ഈ നീമിന്റെ ട്വിഗ്, പിന്നെ മാംഗോ ആൻഡ് പീപ്പിൾ ട്രീ, അപ്പൊ ഇതിന്റെയൊക്കെ ട്വിഗ് ആണ് അവർ പറയുക. അത് ആയുർവേദം വിധി പ്രകാരം അത് പറയുന്നത് മിനിമം ഒരു 25 സെന്റിമീറ്റർ നീളവും ഒരു വിരലിന്റെ വണ്ണവുമുള്ള ട്വിഗ്സ് വേണം ഉപയോഗിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഡോക്ടർ പ്രശാന്ത് പറഞ്ഞ പോലെ നമ്മള് ചവച്ച ശേഷം പിന്നെ പതുക്കെ അതിന്റെ അറ്റം കൊണ്ട് ജെന്റ്ലി അത് ബ്രഷ് ചെയ്യുക, അത് കളയുക, യൂസ് ആൻഡ് ത്രോ ആണ്. അത് മാത്രമല്ല പ്രൊഫസർ BRR വർമ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പെരിഡോണ്ടിസ്റ്റ് ഗുരു, അദ്ദേഹം ഒരുപാട് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ടീച്ചറാണ്. അദ്ദേഹം പെരിഡോണ്ടിസ്റ്റ് ആയിരുന്നു. പെരിഡോണ്ടോളജി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. വളരെ എമിനന്റ് ആയിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു. അദ്ദേഹം ഒരു റിസർച്ച് നടത്തി. അതായത് ട്രഡീഷണൽ മെത്തേഡ്സും ഈ മോഡേൺ മെത്തേഡ്സും തമ്മിലൊരു കമ്പാരിസൺ. അല്ല, അദ്ദേഹം പറഞ്ഞത് എഫിക്കസി വൈസ് രണ്ടും തുല്യാണെന്നാണ് പറഞ്ഞത്. ഒരു തരത്തിലും ഈ ട്വിഗ് ഉപയോഗിച്ചിട്ടുള്ള ബ്രഷിങ് മറ്റതിലും മോശമായിട്ട് ഒരിക്കലും അവർക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ. ഈ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ബ്രഷുകൾ ഒന്നാലോചിക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യം കൂടുന്നൊരു സമയം കൂടിയാണ്. അപ്പം മൊത്തം പ്ലാസ്റ്റിക്കുകളായിട്ട് അതിന്റെ നാരും എല്ലാം പ്ലാസ്റ്റിക് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പൊ അതിന് പകരമായിട്ട് ഇപ്പം BRR വർമ്മ സാറിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ ബാംബു ടൂത്ത് ബ്രഷസ്, അതിപ്പം വളരെ പോപ്പുലർ ആയിട്ട് കാണുന്നത് നാച്ചുറൽ, അതിന്റെ പിടി മരം കൊണ്ടും ഒക്കെ ഉള്ളത്. അപ്പൊ അതിപ്പം വളരെ പോപ്പുലർ, കുറച്ചുകൂടെ ബെറ്റർ ആണ്. പ്ലാസ്റ്റിക് ഒരു അല്പം കുറയും, പക്ഷെ അതിന്റെ ബ്രിസിൽസ് എപ്പോഴും പ്ലാസ്റ്റിക്കാ ബാംബൂല്. അവര് മാർക്കറ്റ് ചെയ്യുന്നതിൽ ബ്രിസിൽസ് പ്ലാസ്റ്റിക് ആണ്, പക്ഷെ ഹാൻഡിൽ മുഴുവൻ ബാംബു ആണ്. അതൊരു വലിയ കാര്യമാണത്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സ്റ്റെപ്പ്. അതെ. പക്ഷെ എന്ത് തന്നെയായാലും ഇതിൽ ആ ബ്രഷിന്റെ ഡിസൈനും വളരെ പ്രധാനമാണ്. അത് പ്രൊഫഷണലി ഡിസൈൻഡ് ആയിട്ടുള്ള ബ്രഷ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് ശരിക്കും അതിന്റെ എഫിക്കസി നന്നായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. പിന്നെ ഈ നമ്മള് സീസ്മി ഓയിലിന്റെ കാര്യം പറഞ്ഞു, എള്ളെണ്ണയുടെ കാര്യം പറഞ്ഞു. എള്ള് ചവയ്ക്കുന്നതും ആയുർവേദത്തിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ട്, നമ്മള് ചൂയിങ് ഓഫ് സീസ്മി സീഡ്. അപ്പൊ അത് ഈ എള്ള് വായിലെടുത്ത് ചവച്ച് അത് ഒരു പതിര് വരുന്ന വിധത്തിൽ വരെ ചവയ്ക്കുക, അതിനുശേഷം ബ്രഷ് കൊണ്ട് അത് ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു മെത്തേഡ്. നമ്മളിപ്പോ പേസ്റ്റിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡായിട്ട് ഈ ചൂയിങ് ഓഫ് സീസ്മി സീഡ്, എള്ള് ചവച്ച് അതുകൊണ്ട് ബ്രഷ് ചെയ്യുന്ന ഒരു മെത്തേഡും ചില ലിറ്ററേച്ചറിൽ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ വീടുകളിൽ വീട്ടമ്മമാർക്കെല്ലാം അറിയാം, മിക്കവാറും വീടുകളിൽ കാണുന്ന ഒരു കമ്പോണന്റ് ആണ് ബേക്കിംഗ് സോഡ, സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ. കുക്കിംഗ് താല്പര്യമുള്ള വീട്ടമ്മമാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ബേക്കിംഗ് സോഡയും നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് ബേക്കിംഗ് സോഡ പ്രിസ്ക്രൈബ്, സോഡാകാരം എന്നല്ലേ നമ്മൾ മലയാളത്തിൽ പറയാതെ, സോഡിയം ബൈകാർബണേറ്റ്. ഇൻഫാക്ട് സോഡിയം ബേക്കിംഗ് സോഡ ഉള്ള ടൂത്ത് പേസ്റ്റുകൾ ഇപ്പം അവൈലബിൾ ആണ്. അത് വായിലുള്ള pH ഓൾട്ടർ ചെയ്യും എന്നുള്ളതാണ് അതിന്റെ ഒരു സംഗതി. പിന്നെ ഒരു കുറച്ച് അസിഡിക് pH ആൽക്കലൈൻ pHലേക്ക് മാറ്റും. അത് പ്രത്യേകിച്ച് ഗം ഡിസീസസിൽ അതിന് ഭയങ്കര എഫിഷ്യൻസി ഉണ്ട്. തീർച്ചയായും. അപ്പം അത് ഒരു ആലോചിക്കാവുന്ന ഒരു ട്രീറ്റ്മെന്റ്. ചെറിയ എമൗണ്ട് ഓഫ് ബേക്കിംഗ് സോഡ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ഫോം ആക്കി, അതുകൊണ്ട് ഒരു ടൂത്ത് പേസ്റ്റിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംഗതിയാണ് ഈ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് പല്ല് ക്ലീൻ ചെയ്യുന്നത്. ഒരു മെത്തേഡായിട്ട് പല സ്ഥലങ്ങളിലും അത് ഉപയോഗിച്ച് കാണുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്യണമെന്നല്ല, ഇങ്ങനെ മെത്തേഡുകളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നതിന്റെ ഉദ്ദേശം. ഒരിക്കലും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ടൂത്ത് ബ്രഷ് കൊണ്ട് പല്ല് ക്ലീൻ ചെയ്യുന്നതിന് ബദലായി ഭവിക്കാൻ സാധ്യതയില്ല. അപ്പം ഇതെല്ലാം ഒരു ഓൾട്ടർനേറ്റ് മെത്തേഡ്, നമുക്കൊരു ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആയിരിക്കും. പിന്നെ ഈ
നമ്മുടെ ഓറൽ ഹൈജീൻ ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും ഈ ആപ്പിൾ പോലെയുള്ള ഫുഡ് അങ്ങനെയുള്ള ഇത് ഇപ്പൊ ആപ്പിള് കഷ്ണമാക്കി ചവയ്ക്കാനല്ല, ആപ്പിൾ അങ്ങനെ തന്നെ ചവയ്ക്കണം എന്നാ പറയുന്നത്. പണ്ടൊരു സെയിങ് ഉണ്ട്, ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡെന്റിസ്റ്റ് അവേ, ഡോക്ടർ അവേ എന്ന് പറയും, ഡെന്റിസ്റ്റ് അവേ എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ആപ്പിൾ, ഈ ക്രിസ്പി ആയിട്ടുള്ള ആപ്പിൾ നമ്മൾ കടിച്ചു കഴിയുമ്പം നമ്മുടെ വായ ഫ്രഷ് ആയ ഒരു ഫീലിംഗ് നമുക്ക് തോന്നാറുണ്ട്. ക്യാരറ്റ്, ആപ്പിൾ എന്നിങ്ങനെയുള്ള സംഗതികൾ. അപ്പൊ അതും ഒരു ഓറൽ ഹൈജീൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഉപാധിയായി നമുക്ക് ആലോചിക്കാവുന്ന ഒരു സംഗതിയാണ്. പിന്നെ വേറൊരു സംഗതി ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്നൊരു നമ്മുടെ ഉമിക്കരി പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പൊ ഇംഗ്ലീഷുകാര് തന്നെ ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്ന് പറയും. ഇപ്പൊ പല പ്രധാനപ്പെട്ട ടൂത്ത് പേസ്റ്റ് ബ്രാൻഡുകളും കാണാം ചാർക്കോൾ കണ്ടെയ്നിങ് എന്നൊക്കെ പറഞ്ഞ് കാണാവുന്നതാണ്. അപ്പം പക്ഷെ ഈ ചാർക്കോളിന്റെ ഒരു ബുദ്ധിമുട്ട്, അത് നമ്മൾ ഈ ഉമിക്കരി എടുത്ത് അതിന്റെ കൂടെ ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് തേക്കുമ്പം പല്ലിന് തേയ്മാനം വരാനുള്ള. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അവര് മാർക്കറ്റ് ചെയ്യുന്ന പൗഡർ വളരെ നനുത്ത പൗഡറാണ്, അബ്രേസീവ് കണ്ടന്റ് കുറവായിട്ടുള്ള പൗഡർ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആക്ടിവേറ്റഡ് ചാർക്കോളിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ട്. മാത്രമല്ല ഈ സ്മെൽ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഈ ചാർക്കോൾ, അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം വാട്ടർ പിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ ജെറ്റ് ഉപയോഗിച്ചുള്ള ക്ലീനിങ്. അത് ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഉപകരണമാണത്. അതായത് വാട്ടർ പിക്ക് എന്നുള്ള പേരിലാണ് അവർ അത് ആദ്യം മാർക്കറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അത് വാട്ടർ പിക്ക് കമ്പനി ഫോം ചെയ്ത ഒരു ഇൻസ്ട്രുമെന്റ് ആണത്, ഒരു എക്വിപ്മെന്റ്. അത് നമ്മുടെ കാർ വാഷ് പ്രിൻസിപ്പിളില് ഹൈ പ്രഷർ ജെറ്റില് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രക്രിയ. ഇപ്പൊ അത് ഒരുപാട് കമ്പനീസ് ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുണ്ട്. വാട്ടർ പിക്കിന് പുറമെ ഒരുപാട് കമ്പനി, കോൾഗേറ്റ് തന്നെ ഇപ്പോൾ അതിന്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒറക്യൂറ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. ഒരുപാട് കമ്പനീസ്, ഇപ്പൊ ICPA ഇവരൊക്കെ വാട്ടർ പിക്കുമായിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. വാട്ടർ പിക്കിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് മെയിനായിട്ട് ഡെന്റൽ ഇംപ്ലാന്റ് പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുള്ള പേഷ്യൻസിൽ വാട്ടർ പിക്ക് ഡസ് എ ഫാന്റാസ്റ്റിക് ജോബ് ഇൻ ക്ലീനിങ്. ബ്രിഡ്ജിനും നല്ലതാണ്. മാത്രമല്ല പലപ്പോഴും നമ്മൾ ഈ ടൂത്ത് പിക്ക് ഒക്കെ കൊണ്ട് കുത്തി ഇളക്കേണ്ട ഒരു അവസ്ഥ വരാതെ ഈ വാട്ടർ പിക്ക് ഉപയോഗിച്ച് നല്ല ഹൈ പ്രഷർ ജെറ്റിൽ വെള്ളം അടിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പക്ഷെ അതിൽ ഓർക്കേണ്ട ഒരു കാര്യം, അതിൽ പല പ്രഷർ സെറ്റിങ്സ് ഉണ്ട്. അതിൽ പ്രഷർ ഒരുപാട് ഭീകരമായിട്ട് ഒരു വെരി ഹൈ പ്രഷറിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇഞ്ചുറി ഉണ്ടാക്കും. അതുകൊണ്ട് അത് വളരെയധികം കെയർ എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. അതൊന്ന് ശീലിക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ നമ്മുടെ ധാരാളം മറ്റേ ഡെന്റൽ ഇംപ്ലാന്റ് പേഷ്യൻസ് അത് ഉപയോഗിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ തന്നിട്ടുമുണ്ട്. മാത്രമല്ല ഇവര് റിവ്യൂവിന് കാണുമ്പോൾ അവരുടെ ഓറൽ ഹൈജീൻ കാണുമ്പോൾ നമുക്കറിയാം വളരെ ഭംഗിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മേ ബി നമ്മളുടെ അടുത്ത് വരുന്ന ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഡോക്ടർ പ്രശാന്ത് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്, അതെ നമുക്ക് ഡെമോൺസ്ട്രേഷൻ അത് ചെയ്യാം, നമുക്ക് ചെയ്യാം. അതിന്റെ ഒരു ഡെമോ കാണിക്കാം. മാവിന്റെ ഇലയും ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. മാവിന്റെ ഇല, മാവിന്റെ ചെറിയ ഇളം തണ്ട്, അതിന്റെ കൊമ്പുകളൊക്കെ ഉപയോഗിച്ച് പലതും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വളരെ നല്ലൊരു മെത്തഡോളജിയാണ്. മോണയുടെ ആരോഗ്യത്തിന് ടർമറിക്, മഞ്ഞളും വളരെ ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉള്ള ഒരു സംഗതി കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് വായ കഴുകുന്നതും ഈ മഞ്ഞൾ ക്രീം മോണയിൽ തേക്കുന്നതൊക്കെ എനിക്കോണ് ഇപ്പം ഈ പീരിയോഡോണ്ടൽ സർജറികളിൽ കുർക്കുമിൻ ഉപയോഗിച്ച് ഹീലിംഗ് എല്ലാം ത്വരിതപ്പെടുത്താൻ. കുർക്കുമിൻ എന്ന് പറഞ്ഞാൽ മഞ്ഞളുടെ ഒരു എക്സ്ട്രാക്ട് ആണ്. അപ്പം അങ്ങനെയും ഉപയോഗങ്ങളുണ്ട്. അപ്പം വളരെയേറെ കാര്യങ്ങൾ ഡോക്ടർ പ്രശാന്ത് ഒരു ഡിസ്കഷൻ, നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. നമുക്ക് തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. തീർച്ചയായിട്ടും ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.